അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് നോക്കുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. അതെന്താണ് ഡീൽ ചെയ്യുന്നത്, സ്റ്റേഷനറി അല്ലെങ്കിൽ സ്ലോ മൂവിങ് ആയിട്ടുള്ള ചാർജസിനെ സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിന്റെ എന്താണ് ബ്രാഞ്ചിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്, സ്റ്റഡി ഓഫ് സ്റ്റേഷനറി അല്ലെങ്കിൽ സ്ലോ മൂവിങ് ചാർജസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ചാർജസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം ചാർജസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മെയിൻലി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ചാർജസ് ഒന്ന് പോസിറ്റീവ് ചാർജും ദെൻ നെഗറ്റീവ് ചാർജും. നമുക്കറിയാം എന്ത്, പോസിറ്റീവ് ചാർജും തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അതായത് ലൈക്ക് ചാർജസുകൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സുകളും ദെൻ അൺലൈക്ക് ചാർജസുകൾ അതായത് പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ എന്തുണ്ടാവും, അട്രാക്ഷനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക, അൺലൈക്ക് ചാർജസുകൾ തമ്മിൽ അട്രാക്ഷനും ലൈക്ക് ചാർജസുകൾ തമ്മിൽ എന്തുണ്ടാവും, റിപ്പൾഷനും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അട്രാക്ഷൻ ആയാലും റിപ്പൾഷൻ ആയാലും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് രണ്ട് ചാർജസുകൾ തമ്മിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ചാർജസിന് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, there exist ടു ടൈപ്പ് ഓഫ് ചാർജസ് ഇൻ നേച്ചർ. ഒന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ദെൻ ലൈക്ക് ചാർജസുകൾ റിപ്പൽ ചെയ്യും ആൻഡ് അൺലൈക്ക് ചാർജസുകൾ അട്രാക്ട് ചെയ്യും. ദെൻ SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളോംബ് ആണ്. ദെൻ ഒരു 1 കൂളം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഇലക്ട്രിക് കറന്റിന്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജിനെ അല്ലെങ്കിൽ കൂളമിനെ നമ്മൾ എന്താക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. 1 കൂളം എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ട്, ഒരു കറണ്ട് ക്യാരിയും വയറിൽ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, പെർ സെക്കൻഡിൽ പാസ് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 കൂളം എന്ന് പറയുന്നത്. അതായത് 1 ആംപിയർ കറണ്ട് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ആ ഒരു ടൈമിൽ ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന പ്രോസസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 കൂളം ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ 1 കൂളം ചാർജ് എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ 1 സെക്കൻഡിൽ 1 ആംപിയർ 1 സെക്കൻഡിൽ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 കൂളം ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 കൂളം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വെരി ലാർജ്. അപ്പോൾ 1 കൂളം ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. 1 കൂളം ചാർജ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ആണ്, ടിപ്പിക്കൽ ചാർജ്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ടാവും. ഇപ്പൊ നമ്മള് പേപ്പർ റബ്ബ് ചെയ്യുമ്പോൾ, ദെൻ നമ്മൾ ഹെയറിൽ റബ്ബ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഏതൊരു പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവുന്നുണ്ട്, അതിനെ അസോസിയേറ്റഡ് ചെയ്തിട്ട് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, റബ്ബഡ് ബോഡിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത് 10⁻⁸ കൂളോം ആണ്. ബട്ട് ഇൻ ലൈറ്റ്നിങ്ങിലും ബോൾട്ടിന്റെ തമ്മിലും ഉണ്ടാവുന്നത് 20 കൂളോം ചാർജ് ആണ് എർത്തിന്റെയും ക്ലൗഡിന്റെയും ഇടയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അത് ടിപ്പിക്കൽ വാല്യൂസ് ആണ്, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ, ചാർജ് എന്ന് പറയുന്നത് അതായത് എമൗണ്ട് ഓഫ് ചാർജ്, നെറ്റ് എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആണെന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ക്യൂ നമ്മൾ ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ട് നമ്മൾ എന്താക്കുന്ന ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ഇ ആണെന്ന് അർത്ഥം. ഇന്റെ വാല്യൂ എന്താണ്, ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, 1.02 × 10⁻⁷
മൈനസ് 19 കൂളം. അപ്പൊ ഏതൊരു എലമെന്റ്, ഏതൊരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും, അവിടെ ഏതൊരു സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആയിരിക്കും. അതായത് ക്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 ഇ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 ഇ ആയിരിക്കും, പ്ലസ് ഓർ മൈനസ് 3 ആയിരിക്കും, എക്സെട്ര എൻ ഇ എന്ന് പറയാം നമുക്ക്. അതായത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആണെന്ന് പറയാം. അതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം ടു ടൈപ്പ് ഓഫ് ചാർജസുകളാണ് ഉള്ളത്. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ചാർജിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 1800 ടൈംസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പറഞ്ഞു എന്നുള്ളൂ. അത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ദെൻ ക്യൂ ഇൻറ്റു ഇ, ക്യൂ ചാർജ് ഓഫ് ഇ എന്ന് പറയുന്നത് മൈനസ് ഇയും, ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് പ്ലസ് ഇയും ആണ്. അതാണ് പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. കൂളോംസ് ലോ. കൂളോംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ കൂളോംസ് ലോയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു സർഫസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഒരു വാക്യൂം സ്പേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ കുറെ എന്തുണ്ടാവും? ചാർജസുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണെന്നുണ്ടെങ്കിലും രണ്ട് ചാർജുകൾ, ഇപ്പൊ ഇവിടെ രണ്ട് ചാർജസുകൾ തമ്മിലുള്ള എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷന് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് കൂളോംസ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്ലസ് ക്യൂവോ അല്ലെങ്കിൽ മൈനസ് ക്യൂവോ ഏതെങ്കിലും, ഇപ്പൊ പ്ലസും മൈനസും ആണെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. ദെൻ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്നത് ഒരു ആർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൂളോംസ് ലോന്റെ പ്രകാരം എന്താണ്? അവ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ടു എന്താണ് ചാർജസ്. Q1ന്റെയും Q2ന്റെയും മാഗ്നിറ്റ്യൂഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഓക്കെ, ഇതാണ് നമ്മൾ കൂളോംസ് ലോ പറയുന്നത്. അപ്പോൾ കൂളോംസ് ലോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഇൻ വാക്വം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദീസ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദെയർ സെപ്പറേഷൻ. അപ്പോൾ നമ്മൾ രണ്ടും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റുമ്പോൾ എന്ത് വരും? അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റുമ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരും. ദെൻ ആ കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. കെന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം സ്ക്വയർ ആണ്. അല്ലെങ്കിൽ കെ നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം? 1/4π എന്ന് എഴുതാം. ഇവിടെ ε0 എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ε0 എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ε0ന്റെ വാല്യൂ ആണ് എന്ത്? 8.85 × 10⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, ഇതും ഓർത്ത് വെക്കുക. കെന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ അതും ഓർത്ത് വെക്കുക. ദെൻ കെന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് എന്ത് കൂളംസ് ലോയിൽ പറയാനുള്ളത്. ദെൻ കൂളംസ് ലോയില് നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂളംസ് ലോയില് കൂളംസ് ഫോഴ്സ് എന്ന് പറയുന്നത് along straight line joining that two points ലാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ആ ഫോഴ്സ് എന്താ ചെയ്യുക? ആക്ട് ചെയ്യുന്നത്. ദിസ് ഫോഴ്സ് ഈസ് സെൻട്രൽ ആൻഡ് സ്പെറിക്കലി സിമെട്രിക്കൽ ആണ്. ഏത്? നമ്മളെ കൂളം ഫോഴ്സ് എന്ന് പറയുന്നത്. കൂളം ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ ആണ്. അപ്പോൾ രണ്ട് ചാർജസുകൾ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും?
രണ്ട് ചാർജസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. നമുക്ക് സിംപ്ലി എന്ത് പറയാം, ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സോ ഇന്ററാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ കൂളംസ് ലോന്റെ വെക്ടർ ഫോം ആണ് F12 ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇവിടെ R12 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോഴ്സ് F12 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ Q1 ആണ്, ഡ്യൂ ടു Q2. ഓക്കെ, along R12. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then similarly force on second charge, അതായത് Q2 F21 equal to KQ1 Q2 divided by R2 into ഇവിടെ ഇപ്പൊ നമ്മള് F12 R12 എന്നാ കൊടുത്തത്. സിമിലർലി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ F12 ആയപ്പോ യൂണിറ്റ് വെക്ടർ എന്താണ്, R12 ആണ്. സിമിലർലി F21 ആയപ്പോ ഇവിടെ എന്ത് വരണമായിരുന്നു, R21 വരണമായിരുന്നു. പക്ഷെ R21 എന്ന് പറഞ്ഞാലും R12 എന്ന് പറഞ്ഞാലും എന്താണ്, സംഭവം സെയിം ആണ്. ബട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ R21നെയാണ് നമ്മൾ എന്ത് എഴുതിയിട്ടുള്ളത്, R12 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻസ് പോയിന്റ്സ് റിഗാർഡിംഗ് കൂളംസ് ലോ. കൂളംസ് ലോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കൂളംസ് ലോയിൽ പറയുന്നത് ഏതൊക്കെ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചാർജ് സീം ടു ബി അറ്റ് റെസ്റ്റ്, അതായത് നോട്ട് ഇൻ മൂവിംഗ് കണ്ടീഷൻ അല്ല, റെസ്റ്റിലാണ് ചാർജസുകൾ ഉള്ളത് അസംപ്ഷനിലാണ് കൂളംസ് ലോ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർജസ് ആർ അസ്യൂംഡ് ടു ബി പോയിന്റ് പാർട്ടിക്കിൾസ്. അതെന്ന് പറയുന്നത് പോയിന്റ് പാർട്ടിക്കിൾസ് ആണ്. ഒരു ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ചാർജസുകളല്ല ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് പോയിന്റ് ചാർജസുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കൂളംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതായത് ഒരു നമുക്കറിയാം, ഒരു സ്പേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ചാർജസുകൾ ഉണ്ടാവും. സോ Q1 നമ്മൾ കൺസിഡർ ചെയ്താൽ Q1ന് ചുറ്റും Q2 Q3 Q4 പറഞ്ഞിട്ട് മെനി എന്തുണ്ടാവും, ചാർജസുകൾ ഉണ്ടാവും. അപ്പോൾ Q1ന്റെ മേലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ ചാർജസുകൾ മൂലം എന്തുണ്ടാവും, Q1ല് ഫോഴ്സ് ഉണ്ടാവും. സോ അതെന്ന് പറയുന്നത് F1 എന്ന് പറയുന്നത്, അതായത് Q1ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F1 എന്ന് പറയുന്നത് ഏതൊക്കെ കാരണം ഉണ്ടാവും, Q2 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, Q3 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, Q4 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും, Q5 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ അതെന്ന് പറയുന്നത് F1 ഈക്വൽ ടു F12. F12 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, ദെൻ F13 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3, അങ്ങനെ എക്സെട്ര എത്ര ചാർജുകൾ ഉണ്ടോ അങ്ങനെ F1n വരേക്കും. അതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ആൾജിബ്രായിക് സം ഓഫ് ഈച്ച് ഫോഴ്സ് ആണ് ഡ്യൂ ടു algebraic sum of force on Q1 due to each charges. Okay. Then next, ഇപ്പോൾ കൂളംസിൽ എന്താണ് സൂപ്പർ തിയറം എന്താക്കുന്നു, ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? The electric field strength at a point is defined as the force per unit charge experienced by a test charge. Okay, അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ബൈ എ ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. അതായത് ഒരു പോയിന്റിൽ നമ്മൾ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ പോയിന്റിലെ ടെസ്റ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഫോഴ്സ് ബൈ ക്യൂ എന്ന് എഴുതാൻ പറ്റും. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ ഡയറക്ഷൻ ഓഫ് ഇ, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡയറക്ഷൻ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്, the direction of is that of the force on പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിന്റെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഇ ഉണ്ടാവുക. ഇൻ അതർ വേർഡ്സ് ചാർജ് എക്സ്പീരിയൻസ് ഫോഴ്സ് പാരലൽ ടു ദ ഫീൽഡ് ആൻഡ് sorry
അതായത് പോസിറ്റീവ് ചാർജിന്റെ അതേ ഒരു ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Negative force opposite to the field once the field strength is known. The force on any charge Q can be found. അപ്പൊ നമുക്കറിയാം എന്താണ് E എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, E എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ F equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും, Q into E എന്ന് എഴുതാൻ പറ്റും. സോ E നമുക്ക് F ന്റെ ടേമിൽ എങ്ങനെ എഴുതാൻ പറ്റും, നമുക്കറിയാം F എന്ന് പറയുന്നത് Q1 Q2 by K into Q1 Q2 by R square ആണല്ലോ. അപ്പൊ പെർ യൂണിറ്റ് ചാർജ് ആയതുകൊണ്ട് ഒരു Q എന്ന് പറയുന്നത് എന്തായി ക്യാൻസൽ ആയി പോകും. സോ E എന്ന് പറയുന്നത് K into Q by R square എലോങ് യൂണിറ്റ് വെക്ടർ R എന്ന് വരും. ഓക്കെ, അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡും കൂളോംസ് ലോനെ പോലെ തന്നെ സൂപ്പർ പൊസിഷൻ തിയറം ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സം ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ഇ എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര പ്ലസ് En ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. എന്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ലൈൻ ഓഫ് ഫോഴ്സ് പ്രൊവൈഡ് ദ ഫോളോയിങ് ബേസിക് ഇൻഫോർമേഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് അലോങ് ദ ടാൻജന്റ് ടു എ ലൈൻ ഓഫ് ഫോഴ്സ്. ലൈൻ ഓഫ് ഫോഴ്സിന്റെ ടാൻജന്റിന്റെ അതേ ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ദ സ്ട്രെങ്ത് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ക്രോസസ് യൂണിറ്റ് ഏരിയ. അതായത് സ്ട്രെങ്ത് ഓഫ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ക്രോസസ് ദാറ്റ് ഏരിയ. അതായത് ആ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്ന ലൈൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്തുണ്ടാവുക, നമ്മളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് ലൈൻസ് ആണ് ചുരുക്കത്തിൽ നമുക്ക് പറയാം. ഓക്കെ, then next പറയാനുള്ളത് the line of force is path along which a unit positive charge accelerates in electric field. അങ്ങനെ ഒരു ഡെഫിനിഷനും കൂടി എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ഫോഴ്സിനുണ്ട്. അതായത് ലൈൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, path along which positive charge accelerates in the electric field. ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജ് ആക്സിലറേറ്റ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്, ദ ലൈൻ ഓഫ് ഫോഴ്സ്, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ മെനി ലൈൻസ് ഉണ്ടാവും. ദ ടു ലൈൻസ് നെവർ ഇന്റർസെക്ട്സ്. അതായത് രണ്ട് ലൈൻസ് ഒരിക്കലും തമ്മിൽ എന്താവില്ല, intersect ചെയ്യില്ല. The number of line of force passing normally through a unit area under the point is numerically equal to E. That is strength of electric field. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ strength of electric field എന്ന് പറയുന്നത് number of field lines ന് proportional ആണ്. അതായത് number of field lines passing normally through a unit area എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന strength of electric field നെയാണ് denote ചെയ്യുന്നത്. Then line of force always leave or end normally on a charged conductor. Charged conductorൽ ലീവ് ചെയ്യോ എൻഡ് ചെയ്യോ ആണ്, നോർമലി ആണ് ലീവ് ചെയ്യുക അല്ലെങ്കിൽ എൻഡ് ചെയ്യുക ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ കേസിൽ. Then electric line of force can never be closed loop. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണല്ലോ, പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്ലോസ്ഡ് അല്ല. ഓക്കെ, then line of force have a tendency to contract longitudinally and exert a force of repulsion on one another laterally. അതായത് ഒരു കൺട്രാക്ഷൻ ടെൻഡൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനുണ്ട്, ബട്ട് എക്സൈറ്റ് എ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ, തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ തമ്മിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then നെക്സ്റ്റ് എന്താന്ന് നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്.
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ if in a region of space there is no electric field, there will be അപ്പോൾ ഒരു region of space ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ഫോഴ്സും ഉണ്ടാവില്ല. So the number of line of force passing normally through a unit area around a point is numeric. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. Then ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് യൂണിഫോം ഫീൽഡിലും നോൺ യൂണിഫോം ഫീൽഡിലും എങ്ങനെയാന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. യൂണിഫോം ഫീൽഡിലാവുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. Then they are parallel to each other. Okay, സിമ്പിൾ ആണ്. Then നെക്സ്റ്റ് അതാണ് in uniform field line of force are parallel to one another. Okay, then non uniform electric field ഇവിടെ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൽ 3 കേസ് വരും. ഒന്നെങ്കിൽ എന്താണ് ഡയറക്ഷൻ സെയിം ആണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ആ ഒരു കേസ് ആണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വരുന്ന കേസാണ് ഇത് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുമ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഉണ്ടാവുന്നതാണ്. സോ ചെറിയൊരു ബെൻഡിങ് വന്നിട്ടാണ് എന്തുണ്ടാവുക, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ഉണ്ടാകുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവില്ല. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൾവേസ് എ ക്ലോസ്ഡ് ലൂപ്പ്. നമുക്കറിയാം മാഗ്നറ്റിക് ലൈൻസിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് മെറ്റീരിയലിന്റെ ഉള്ളിലൂടെയും എന്തുണ്ടാവുന്നുണ്ട്, ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നെവർ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്, ബട്ട് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആൾവേസ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻസൈഡ് എ കണ്ടക്ടർ. അതാണ് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സിസ്റ്റ് ഇൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഇൻസൈഡിൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ഒന്ന് പറയാം. ചില പോയിന്റ്സ് ഒക്കെ എന്താണ് റിപ്പീറ്റേറ്റീവ് ആണ് എങ്കിലും പറയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദാറ്റ് സ്റ്റാർട്ട്സ് ഓൺ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണ് എന്തിനുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനുള്ളത്. ദ നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ഓർ ടെർമിനേറ്റ് ഓൺ എ ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ചാർജ്. അതായത് ഒരു ചാർജിൽ, അതായത് പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്യും. ദെൻ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്യും. ഏതായാലും ആ ലൈൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആ ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാം. ലൈൻ ഓഫ് ഫോഴ്സ് നെവർ ക്രോസ് ബിക്കോസ് ഫീൽഡ് കനോട്ട് ബി ഇൻ ടു ഡയറക്ഷൻ. തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്താവുക, 2 ഡയറക്ഷനിലാവുമല്ലോ. സോ അതുകൊണ്ടാണ് 2 ഫീൽഡ് ലൈൻസുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളത് പറയുന്നത്. ദെൻ ഫീൽഡ് ലൈൻസ് ആൾവേസ് മീറ്റ് എ കണ്ടക്ടിങ് സർഫസ് നോർമലി. അതായത് കണ്ടക്ടിങ് സർഫസിലെ ഫീൽഡ് ലൈൻസ് നോർമലി ആണ് മീറ്റ് ചെയ്യുന്നത് നോർമലി ആയിട്ടാണ്, നോട്ട് ഇൻ പാരലൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു മെയിൻ പോയിന്റ് പറയുന്നത് നോട്ട് ദാറ്റ് ദ ലൈൻ ആർ ക്രൗഡഡ് ടുഗദർ വേർ ഫീൽഡ് ഈസ് സ്ട്രോങ്. അതായത് ഫീൽഡ് സ്ട്രോങ് ആണെങ്കിൽ അവിടെ ലൈൻസ് എന്ന് പറയുന്നത് ക്രൗഡഡ് ആയിരിക്കും. ആൻഡ് സ്പ്രെഡ് ഫാർ അപ്പാർട്ട് വേർ നമ്പർ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ആർ നോർമൽ ടു ദ ഫീൽഡ് ഓഫ് ഡയറക്ഷൻ. അതായത് ഫീൽഡിന്റെ ഡയറക്ഷന് നോർമൽ ആയിട്ടാണ് എന്തുണ്ടാവുക, നമ്മൾ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്ന ഏരിയ ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത്, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് കാര്യം പറയാം.
നമ്മൾ പറഞ്ഞു എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ് പോസിറ്റീവ് ചാർജസിൽ നിന്നും എന്താവുന്നതാണ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജസിൽ എന്താണ് എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിന് വരക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത്. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യാണ്. നെഗറ്റീവ് ചാർജിൽ എന്താണ് ടെർമിനേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ എന്താ ചെയ്യാണ് എൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് ഒരു ചാർജിന്റെ കേസിൽ ഡ്രോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കാണിക്കാനുള്ളത് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താണ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും ക്രൗഡഡ് ആയിരിക്കും. ചാർജ് എന്ന് പറയുന്നത് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് എന്തുണ്ടാവുക ഫീൽഡ് ലൈൻസ് ഈ ചാർജിന് ചുറ്റിലും ഉണ്ടാവും. ദെൻ ചാർജ് എന്ന് പറയുന്നത് ലെസ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും നോട്ട് ക്രൗഡഡ് ആയിരിക്കും. അതായത് അത്ര തന്നെ നേരത്തെ കാണിച്ചതിന്റെ അത്ര തന്നെ എന്തുണ്ടാവില്ല ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ യൂണിഫോം ഫീൽഡിൽ എന്താണ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ യൂണിഫോം ഫീൽഡില് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. ദെൻ നോൺ യൂണിഫോം ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കും, അതൊരു ചെറിയൊരു ബെൻഡിങ് കാണിക്കുന്നുണ്ട്. നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഉണ്ടാവുക, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഓക്കെ, ഇത് യൂണിഫോമിന്റെ കേസിലും ഇത് നോൺ യൂണിഫോമിന്റെ കേസിലും വരുന്ന ജനറൽ ആയിട്ട് വരുന്നതാണ് കാണിച്ചത്. ദെൻ നമ്മൾ നോൺ യൂണിഫോമിന്റെ കേസിൽ 3 കേസ് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ദെൻ ഡയറക്ഷൻ ഡിഫറെന്റ്, ദെൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ നോട്ട് കോൺസ്റ്റന്റ്. അങ്ങനെ 3 കേസ് നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ നോട്ടിൽ ലാസ്റ്റ് വരുന്നുണ്ട്, എന്നാലും ഇതിന്റെ കൂടെ റിലേറ്റഡ് ആയിട്ട് പറയേണ്ട ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് എ ഗിവൺ ഏരിയ. ഒരു ഗിവൺ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സിനെ നമ്മൾ പൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു യൂണിറ്റ് ടൈമില് ഒരു ഗിവൺ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത്. ദെൻ if plane is normal to the flow of electric field, അതായത് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ് ഫ്ലോ ഓഫ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർമൽ ആയിട്ടുള്ള സർഫസിലാണ് എന്തുണ്ടാവുക ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് പ്ലെയിൻ എന്ന് പറയുന്നത് നോർമൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലക്സിന് സിംപ്ലി എന്താ എഴുതാം ഇ ഇൻറ്റു എ എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലെയിന് ടിൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഇ എന്ന് പറയുന്നത് എന്താണ് ഇ കോസ് തീറ്റ എന്നാണ്. സോറി, ഇ അല്ല എ എന്ന് പറയുന്നത് ആ ഒരു സർഫസ് നമ്മൾ ടിൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ട സർഫസ് എ എന്ന് പറയുന്നത് എന്താണ് എ കോസ് തീറ്റ ആണ്. സോ നമുക്ക് ഫൈന് എന്ത് എഴുതാൻ പറ്റും ഈ എ കോസ് തീറ്റ അല്ലെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഇലക്ട്രിക് ഫ്ലക്സിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫ്ലക്സ് എന്താന്ന് കണ്ടു. ദെൻ ഗോസസ് ലോ ഒന്ന് യൂസ് ചെയ്യണത് എന്തിനാന്നുള്ളത് നോക്കാം. ഗോസസ് ലോയിൽ പറയുന്നത് എന്താണ്, ഗോസസ് ലോ യൂസ് ചെയ്യുന്നത് ദാറ്റ് റിലേറ്റ്സ് ടോട്ടൽ ഫ്ലക്സ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈ ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ടു ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതായത് ഒരു സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫ്ലക്സും ചാർജും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എന്ത് പറയുന്നത്, ആ ഒരു സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഫ്ലക്സും ഇലക്ട്രിക് ഫീൽഡും ആ സർഫസും തമ്മിലുള്ള അത് പാസ് ചെയ്യുന്ന സർഫസും തമ്മിലുള്ള റിലേഷൻ. അതില്ലെങ്കിൽ ഈ 3 ക്വാണ്ടിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. ദെൻ ഗോസസ് ലോന്റെ
അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഡെൽ ഫൈ എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഡെൽ എസ് കോസ് തീറ്റ ആണ്. സോ ഈ ഡെൽ എസ് കോസ് തീറ്റയെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ ഡോട്ട് ഡെൽ എസ് എന്ന് പറയാം. ഡെൽ എസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ വെക്ടറിനെയാണ് നമ്മൾ ഡെൽ എസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിലൊരു പോയിന്റ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മളെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഫ്ലക്സ് എന്ന് പറഞ്ഞാല് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. Then Gauss's law state that total flux of S, അതായത് total flux in surface S linked with a closed surface is 1 by epsilon 0 times the algebraic sum of charges enclosed by the closed surface. ഇതാണ് ശരിക്കും Gauss's lawന്റെ എന്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? Gauss's law state that the total flux linked with a surface is 1 by epsilon 0 times the algebraic sum of charges. അതായത് ആ സർഫസിലുള്ള ടോട്ടൽ ചാർജസിന് 1 by epsilon 0 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്ലോസ്ഡ് ദ ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ സർഫസ് ആൻഡ് പൊസിഷൻ ഓഫ് ചാർജ് ഇൻസൈഡ്. അതായത് ആ ഒരു സർഫസിന്റെ ഷേപ്പിനും സൈസിനും ദെൻ അതിലുണ്ടാവുന്ന ചാർജസിന്റെ പൊസിഷനും എന്താണ്? ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, then next ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇഫ് ചാർജ് ഇൻസൈഡ് ആർ ഡിസ്പ്ലേസ്ഡ്, അതായത് ആ ഒരു സർഫേസിലുള്ള ചാർജസുകൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഇ മേ ചേഞ്ച് കൺസിഡറബിൾ. അതായത് ആ ചാർജുകൾ ഡിസ്പ്ലേസ്ഡ് ആയ ആ ഒരു സർഫേസിന് ചുറ്റിലുള്ള അല്ലെങ്കിൽ ആ സർഫേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താവും? കൺസിഡറബിളി ചേഞ്ച് ആവും. അതായത് ആ ഒരു ചാർജസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡിൽ എന്തുണ്ടാവും? ഒരു കൺസിഡറബിൾ ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സ് എന്ന് പറയുന്നത് റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, അതായത് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെയാണ് അത്. അതായത് ചാർജസുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആൻഡ് ഈ ഹാവ് കൺസിഡറബിൾ ചേഞ്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് note that electric field is resultant field at the Gaussian surface, which also includes the contribution of charges outside the surface. അതായത് ഈ ഗോസിയൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സർഫസിലുള്ള സർഫസിലുള്ള ചാർജ് മാത്രമല്ല അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സർഫസിന്റെ ഔട്ട്സൈഡിലുള്ള ചാർജസും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എ സർട്ടൻ സിറ്റുവേഷൻ ഗോസസ് ലോ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് വിത്തൗട്ട് യൂസിങ് കുളംസ് ലോ. അതായത് ചില കേസുകളിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ കുളംസ് ലോ വെച്ചിട്ടാണ്. ബട്ട് ഗോസസ് ലോ വെച്ച് യൂസ് ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ആണ്. ഗോസസ് ലോന്റെ അപ്ലിക്കേഷനിൽ പറയുന്ന ഓരോ കേസുകളാണ്. ഇപ്പൊ ഫസ്റ്റിൽ എന്ന് പറയുന്നത് എക്സസ് charge on a conductor is located entirely on the outer surface of conductor. അതായത് കണ്ടക്ടറിന്റെ ഔട്ടർ സർഫസിലാണ് എക്സസ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ടത്? ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. The external electric field near the surface of a charged conductor is perpendicular to the surface and has a magnitude. അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതെന്ന് പറയുന്നത് E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും.
ഓക്കെ. അപ്പൊ ഒരു നെക്സ്റ്റ് പറയാനുള്ളത് വിത്തിൻ കണ്ടക്ടറിൽ ഇ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് വിത്ത് യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ചാർജ് ആൻഡ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ്. അതായത് ഇൻഫൈനൈറ്റ് ലൈൻ ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് ഏത് പോയിന്റിലാണ് അവിടെ ഉണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലാംഡ ബൈ 2πε0 r ആണ്. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. വേർ r എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ലൈൻ ഓഫ് ചാർജ് ടു ദ പോയിന്റ്. ലൈൻ ഓഫ് ചാർജും ആ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഇക്വേഷനിൽ r ആയിട്ട് വരുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് നോൺ കണ്ടക്ടിങ് ഷീറ്റ് വിത്ത് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇവിടെ യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ഓർത്ത് വെക്കുക. ഡ്യൂ ടു ഇൻഫൈനൈറ്റ് നോൺ കണ്ടക്ടിങ് ഷീറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഷീറ്റ് ആണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? സിഗ്മ ബൈ 2ε0 ആണ് വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഈ ഈക്വൽ ടു സിഗ്മ ബൈ ε0 കണ്ടുണ്ട്. അപ്പൊ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് വിത്ത് റേഡിയസ് r. സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് r ആണ്. ദെൻ ടോട്ടൽ ചാർജ് q ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു q/r² ആണ്. r എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. r എന്ന് പറയുന്നത് ചാർജസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദെൻ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് അതിന്റെ സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ്. Near r is small r is the distance from center of shell to the point at which E is measured. അതായത് ഈ മെഷർ ചെയ്യുന്ന ആ പോയിന്റിലേക്ക് ആ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? r എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദ ഫീൽഡ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ എന്താണ് ഫീൽഡ് എന്ന് പറയുന്നത്? 0 ആണ്. സെയിം സംഭവം ദ ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോം സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് ഈസ് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി 0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷനിലേക്ക് നോക്കാം. The last one എന്ന് പറയുന്നത് എന്താണ്? The electric field inside a uniform sphere of charge is directed radially and has a magnitude. സ്പിയറിന്റെ കേസിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് q/4πε0 r³ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ പറയുന്നത്. The motion of a particle with a positive charge q in a uniform electric field is analog. അതായത് നമ്മൾ ഗ്രാവിറ്റേഷണൽ അണ്ടറിൽ ഒരു മാസ് മൂവ് ചെയ്യാനും എന്ത് ചെയ്യണം? നമ്മൾ ഒരു വർക്ക് ചെയ്യണം. സെയിം കേസ് തന്നെയാണ് ഒരു ചാർജ് പാർട്ടിക്കിൾസിന്റെ കേസിലും വരുന്നത്. ആ ഒരു പാർട്ടിക്കിൾ ആ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കാണ് എന്താവുന്നത്? അവിടെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ force due to the field, the kinetic energy of particle will not change, and in this case all external work is stored as potential energy of the system. So we w, അതായത് വർക്ക് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് del u ആയിരിക്കും. del u എന്ന് del u ആയിരിക്കും. then del u എന്ന് പറയുന്നത് എന്താണ്? ഫൈൻ uf minus ui, വേറെ uf and ui എന്ന് പറയുമ്പോൾ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജീസ് ആണ്. ഓക്കെ, then the gravitational potential energy function near the surface of earth എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ u ഈക്വൽ ടു എന്താണ്? mgh ആണ്. ഇവിടെ h ന് പകരം y ആണ് എടുത്തത് മാത്രം. ഓക്കെ,
ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് MgH ആണ് എന്ത് നമ്മളെ പൊട്ടൻഷ്യൽ, ഒരു ഗ്രാവിറ്റേഷണൽ അണ്ടറിലുള്ള പൊട്ടൻഷ്യൽ MgH ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ MgH ഡിവൈഡ് ബൈ M വരുമ്പോൾ നമുക്ക് GH എന്ന് കിട്ടും. ഇവിടെ H ഞാൻ നേരത്തെ പറഞ്ഞ പോലെ H ന് പകരം Y ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മാത്രം. ദെൻ SI യൂണിറ്റ് ഓഫ് Vg എന്ന് പറയുന്നത്, അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം ആണ്. ദെൻ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ്, അതായത് ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദ എക്സ്റ്റേണൽ വർക്ക് നീഡഡ് ടു ഫിറ്റ് എ യൂണിറ്റ് മാസ് ഫ്രം ദ സീറോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ. സീറോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, എച്ച് അല്ലെങ്കിൽ വൈ സീറോ ആണ്, അതായത് ഗ്രൗണ്ട് ലെവൽ. അതായത് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഹൈറ്റിലേക്ക് ഒരു മാസിനെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഫീൽഡ്. ഓക്കെ. ദെൻ അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയാണ്. ദെൻ വെൻ എ ചാർജ് Q മൂവ് ബിറ്റ്വീൻ 2 points in an electrostatic field, the change in electric potential del V is defined as the change in electrostatic potential. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡെൽ വി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽ യു ബൈ ക്യൂ എന്ന് എഴുതാൻ പറ്റും. ദെൻ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വോൾട്ട് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ ദാറ്റ് മീൻസ് 1 വോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഇവിടെ വർക്ക് ബൈ ചാർജ് ആണ്. ദാറ്റ് ഈസ് 1 ജൂൾ പെർ കൂളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ട് എന്ന് പറയുന്നത്. വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ 1 കൂളം ആണ്. ഓക്കെ. അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ. Then next, the quantity del V depends only on the field set up by the surface of charge, not on the test charge. അപ്പോൾ ഇത് del V എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫീൽഡ് സെറ്റപ്പ് ബൈ ദ സോഴ്സ് ചാർജ്. അതായത് ആ ഒരു സോഴ്സ് ചാർജ് സെറ്റപ്പ് ചെയ്യുന്ന ഫീൽഡിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. once the potential difference between 2 points is known, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റുകൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ the external work needed to move a charge Q with no change in speed may found from equation. അതായത് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യാനുള്ള, ചാർജിനെ മൂവ് ചെയ്യാനുള്ള വർക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് W എക്സ്റ്റേണൽ എന്ന് പറയുന്നത് Q ഇൻറ്റു ഡെൽ വി ആണ്. ഡെൽ വി എന്ന് പറയുന്നത് VF മൈനസ് VI ആണ്. VF എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലും VI എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ആണ്. ഓക്കെ. ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ അല്ലെങ്കിൽ ആ വർക്കിന്റെ സൈനിനെ കുറിച്ചാണ് പറയുന്നത്. ദ സൈൻ ഓഫ് ദിസ് വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് Q ആൻഡ് റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് VI ആൻഡ് VF. അപ്പോൾ വർക്കിന്റെ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യൂവിന്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്, അതായത് VI-ന്റെയും VF-ന്റെയും ആ ഡിഫറൻസിന് അത് എന്താക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് V external is greater than 0, that is പോസിറ്റീവ് ആണ്, then work is done by the external agent on the charge. അതായത് വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, വർക്ക് എന്ന് പറയുന്നത് ഡൺ ചെയ്യുന്നത് എക്സ്റ്റേണൽ ഏജന്റ് ആണ്. വർക്ക് ചെയ്തത് എക്സ്റ്റേണൽ ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എക്സ്റ്റേണൽ ഏജന്റ് ചാർജിന് മേലെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ചാർജ് വർക്ക് എന്ന് പറയുന്നത് ഡൺ ഓൺ എക്സ്റ്റേണൽ ഏജന്റ് ബൈ ഫീൽഡ് ആണ്. അതായത് ആ ഒരു സർഫസിലുള്ള ഫീൽഡ് എക്സ്റ്റേണൽ ഏജന്റിന്റെ മേലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. ഇതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദെൻ ഫൈനലി പൊട്ടൻഷ്യൽ എനർജി സിംപ്ലി എങ്ങനെ പറയാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
potential at potential energy അല്ല electric potential at a point is the external work needed to bring a positive unit charge at a constant speed from the position of zero potential. അപ്പൊ ഈ പൊസിഷൻ ഓഫ് സീറോ പൊട്ടൻഷ്യൽ പറയുമ്പോൾ സീറോ പൊട്ടൻഷ്യൽ ഉള്ള പോയിന്റിനെ നമ്മൾ എന്താക്കുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ചാർജിനെ ബ്രിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതാണ് സിംപ്ലി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കണ്ടു. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ബി, അതായത് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ആ ഒരു റിലേഷൻ ആണ് ഇക്വേഷനിൽ തന്നിട്ടുള്ളത്. dv equal to minus e dot ds അല്ലെങ്കിൽ minus e into ds cos theta. ഓക്കെ, അപ്പോൾ ഇവിടെ es എന്ന് പറയുന്നത് എന്താണ്? es എന്ന് പറഞ്ഞാൽ e cos theta ആണ് es എന്ന് പറയുന്നത്. ദാറ്റ് വാസ് കമ്പോണന്റ് ഓഫ് e along ds, അതായത് ആ ഒരു സർഫസിന്റെ അതേ ഡയറക്ഷനിലുള്ള ഇന്റെ കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് es എന്ന് പറയുന്നത്. es e cos theta ആവുമ്പോൾ നമുക്ക് dv നെ എന്ത് എഴുതാൻ പറ്റും? dv equal to minus es dot ds എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ഒരു പോയിന്റ് ചാർജിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കൺസിഡർ എ പോയിന്റ് ചാർജ് q പ്ലേസ്ഡ് അറ്റ് എ പൊസിഷൻ വേർ ദ പൊട്ടൻഷ്യൽ ഈസ്, അതായത് ഒരു ചാർജ് എന്താക്കിയിരിക്കുകയാണ് നമ്മളൊരു v പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോയിന്റിൽ എന്താണ് പുട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. then potential energy associated with the interaction of this single charge with the charges that created v is എന്ന് പറയുമ്പോൾ എന്താണ് u equal to എന്താണ് potential u equal to q into v ആണ്. Okay, if the source of potential is a point charge q, the potential at a distance r from q, then v നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? v equal to k into q by r എന്ന് എഴുതാൻ പറ്റും. Therefore, the potential energy shared by the two charges q and capital Q separated by r. ഓക്കെ, അത് രണ്ട് ചാർജസുകൾ തമ്മിലുള്ളത് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? q ഇക്വേഷനിൽ q into capital Q divided by r, അതായത് അവർ തമ്മിലുള്ള സെപ്പറേഷൻ. ദെൻ ഇതെന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ പൊട്ടൻഷ്യൽ എന്ന് പറയുമല്ലോ. സോ യു എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. The potential energy of the system of two charges is the external work needed to bring the charges from infinity to the separation r without a changing kinetic energy. അതായത് ഒരു സിസ്റ്റം ഓഫ് ടു ചാർജസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ വർക്ക് നീഡഡ് ടു ബ്രിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ സെപ്പറേഷൻ ആർ വിത്തൗട്ട്, അതായത് ആ ഒരു രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഒരു സെപ്പറേഷനിലേക്ക് ഇൻഫിനിറ്റിന്ന് ഒരു ചാർജസിനെ ബ്രിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിനെ, എക്സ്റ്റേണൽ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് ടു ചാർജസ്. സിസ്റ്റം ഓഫ് ടു ചാർജസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ഒരു സെപ്പറേഷനിലേക്ക് ചാർജസിനെ ബ്രിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിനെയാണ്. ഓക്കെ, that means when both the charges have the same sign, then both charges have the same sign, their potential energy is positive. അതായത് രണ്ട് ചാർജും സെയിം സൈനിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. then positive work is needed to reduce their separation against their mutual repulsion. അതായത് റിപ്പൾസീവ് ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവും. ദെൻ അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് രണ്ട് ചാർജസുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ഇവിടെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. when the charges have the opposite sign, the external work is negative. In this case, the external force has to prevent the particles from speeding up, which means that external force is directed opposite to the displacement. അവ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇവിടെ രണ്ട്
ചാർജസുകളും ഡിഫറെന്റ് സൈനില, രണ്ട് ചാർജുകൾ ഡിഫറെന്റ് സൈനിലാണെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അട്രാക്ഷന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ആ അട്രാക്ഷനിൽ ഉണ്ടാവുന്ന ആ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതായത് ആ ഒരു അട്രാക്ഷന് അല്ലെങ്കിൽ അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. റിപ്പൾഷൻ എന്ന് പറയുമ്പോൾ തമ്മിൽ റിപ്പൾഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവ തമ്മിൽ അകലാണ്. അതായത് അവ തമ്മിൽ തന്നെ എന്താണ്, തമ്മിൽ സെപ്പറേറ്റഡ് ആവുകയാണ്. അപ്പൊ ആ ഒരു സെപ്പറേഷൻ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ എന്തുണ്ടാകുക, വർക്ക് ചെയ്യുക. അപ്പൊ ആ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഈ 2 പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്തു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നോക്കാം. നെക്സ്റ്റ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി മീൻസ് ദാറ്റ് എക്സ്റ്റേണൽ വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എക്സ്റ്റേണൽ വർക്ക് റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ ചാർജസ്. When calculating the total energy of a system of several charges, അതായത് ഇപ്പൊ നമ്മൾ 2 ചാർജസിന്റെ കേസാണ് പറഞ്ഞത്. then system of several charges ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പൊട്ടൻഷ്യൽ എനർജിനെ എങ്ങനെ എഴുതും, UIJ എന്ന് പറയുന്നത് K into QI into QJ divided by RIJ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഐയും ജെയും, അതായത് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് പകരം IJ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മാത്രം. Then, since the potential obey the principle of linear superposition, the total potential energy of a system is simply an algebraic sum and it does not depends on how the charges are assembled. അതായത് നേരത്തെ പറഞ്ഞ പോലെ കൂളംസ് ലോയും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ സൂപ്പർപൊസിഷൻ തിയറം ഒബേ ചെയ്യുന്നത് പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും എന്താ ചെയ്യുന്നുണ്ട്, സൂപ്പർപൊസിഷൻ തിയറം ഒബേ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഹൗ ചാർജസ് ആർ അസംബിൾഡ്. അതായത് ചാർജസ് എങ്ങനെയാണ് അസംബിൾ ചെയ്തത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്തുണ്ടാവുക, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആണ്. ദർ ഈസ് അനദർ, അതായത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ മെത്തേഡ്സ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓൾ ഓഫ് വിച്ച് ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ. അതായത് സെയിം പൊട്ടൻഷ്യൽ ഉള്ള എല്ലാ പോയിന്റ്സും ചേർന്നിട്ടുള്ള ഒരു ലോക്കസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് വിൽ constitute a family of concentric spheres with their center at the point where charges is located. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെയിം സെന്റർ ആയിരിക്കും എല്ലാത്തിനും. അതായത് അതാണ് ഇവിടെ പറഞ്ഞത്, കോൺസെൻട്രിക് ഫാമിലി ഓഫ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, the equipotential are drawn as dashed circles and solid radial lines represent the field lines. Equipotential സർഫസുകളെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡാഷ്ഡ് സർക്കിൾസ് വെച്ചിട്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് സോളിഡ് റേഡിയൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്, ഫീൽഡ് ലൈൻസിനെയാണ്, ഓർത്ത് വെക്കണം. Then near the charge potential changes rapidly with the distance. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് ഹൈലി ഡിപ്പെൻഡഡ് ആണ് അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആണ്. രണ്ട് ചാർജസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ചാർജിന് ഹൈലി സെൻസിറ്റീവ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്, നിയർ ചാർജ് ദ പൊട്ടൻഷ്യൽ ചേഞ്ചസ് റാപ്പിഡ്ലി വിത്ത് ഡിസ്റ്റൻസിനായിട്ട് പെട്ടെന്ന് എന്താവും, പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും. സോ ഇക്വിപൊട്ടൻഷ്യൽ ആർ ക്ലോസ്ഡ് ടുഗദർ. അതായത് ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറയുന്നത് വെരി ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. The field lines are always normal to the equipotential point. പൊട്ടൻഷ്യൽ സർഫസിൽ അല്ലെങ്കിൽ പോയിന്റിന്റെ ഒരു കേസാണ് പറയുന്നത്. ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഓൾവേസ് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ ആൻഡ് പോയിന്റ് ടുവേർഡ്സ് ലോവർ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ്സിൽ അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ലൈൻസ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. ദെൻ അതെന്ന് പറയുന്നത് എന്തിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക, ടുവേർഡ്സ് ലോവർ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ. ലോവർ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യലിലേക്ക് പോയിന്റ് ചെയ്തിട്ടാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഓക്കെ,
The field is strong where equipotential are closely placed. അതായത് equipotential ക്ലോസ്ലി പ്ലേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഫീൽഡ് എന്ന് പറയുന്നത് വെരി സ്ട്രോങ് ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് കണ്ടക്ടർ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ, ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. വെൻ എ ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ ദെൻ സിഗ്മ ഈക്വൽ, അപ്പോൾ യൂണിറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ക്യൂവിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. 1 മീറ്റർ സ്ക്വയർ അതായത് പെർ യൂണിറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ ആണ്. ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് AT(L)−2 ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? It is used in the formula for charged disk, charged conductor and infinite sheet of charge etc. ഈ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ് ഓഫ് കണ്ടക്ടർ. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പ്രസൻസ് ഓഫ് അതർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഇൻ ദ വിസിനിറ്റി ഓഫ് കണ്ടക്ടർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടക്ടറിന്റെ സറൗണ്ടിങ്ങിലുള്ള കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോറോവർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് ഷേപ്പ് ഓഫ് ദാറ്റ് കണ്ടക്ടർ അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിഗ്മ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് 1/r² ആണ്. അതായത് ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. സോ σ1 ഡിവൈഡ് ബൈ σ2 എന്ന് പറയുമ്പോൾ എന്താണ് ഡയറക്ട്ലി അല്ല, സോ ഇൻവേഴ്സ്ലി ആണ്, മാറിപ്പോയതാണ്. സിഗ്മ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് r² ആണ്. സിഗ്മ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? σ1 ഡിവൈഡ് ബൈ σ2 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? r² ഡിവൈഡ് ബൈ r1² എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയത്. സിഗ്മ ഈസ് മാക്സിമം അറ്റ് പോയിന്റഡ് സർഫസ് ആൻഡ് ഫോർ പ്ലെയിൻ സർഫസ് ഇറ്റ് ഈസ് മിനിമം. ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് സർഫസിനും ആൻഡ് മിനിമം പ്ലെയിൻ സർഫസിനും മിനിമം ആണ് ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് Q/A ആണല്ലോ. പോയിന്റ് ചാർജ് പോയിന്റ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. പ്ലെയിൻ സർഫസ് ആകുമ്പോൾ A എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം മിനിമം എന്ന് പറഞ്ഞത്. ഓക്കെ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് മാക്സിമം അറ്റ് ദ കോർണേഴ്സ് ഓഫ് റെക്ടാങ്കുലർ ലാമിനാസ് ആൻഡ് അറ്റ് ദ വെർട്ടെക്സ് ഓഫ് ദ കോണിക്കൽ കണ്ടക്ടർ. അതായത് ആ ഒരു കോർണേഴ്സിലും വെർട്ടെക്സിലും ഒക്കെയാണ് എന്തുണ്ടാവുക സർഫസ് ചാർജ് ഡെൻസിറ്റി മാക്സിമം ഉണ്ടാവുക. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിന്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ്. അതായത് പോയിന്റഡ് സർഫസിലാണ് എപ്പോഴും എന്തുണ്ടാവുക സർഫസ് ചാർജ് ഡെൻസിറ്റി മാക്സിമം ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇലക്ട്രിക് ഫ്ലക്സ്, അത് ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയപ്പോൾ ഒന്നും കൂടി ആഡ് ചെയ്തു എന്ന് മാത്രം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രോസിംഗ് എ സർഫസ് നോർമൽ ടു ദ ഏരിയ ഗിവ്സ് ഇലക്ട്രിക്. ആ ഒരു നോർമൽ ഏരിയക്ക് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഫ്ലക്സിന്റെ ഓരോ കേസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓരോ കേസിലും ഫ്ലക്സ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ പാരലൽ ആയിട്ട് വരുമ്പോഴാണ് എന്തുണ്ടാവുക? തീറ്റ വരുമ്പോഴും നമ്മൾ ടിൽറ്റഡ് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. EDS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ദെൻ ടിൽറ്റ് ചെയ്യുമ്പോൾ എന്താവും? DS cos തീറ്റ എന്ന് വരും. ആ ഒരു കേസാണ് ഇവിടെ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ പാരലലി വരുമ്പോൾ എന്താണ്? DE5 എന്ന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് EDS ആണ്. ദെൻ പ്ലെയിനിന് ഇവിടെ നമ്മൾ നോർമൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് സർഫസിനെ നോർമലൈസ്, ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് കേസിൽ നോക്കി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സർഫസിന് നോർമൽ ആണ്.
അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് EDS ആണ്. പക്ഷെ ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? സർഫസിന് പാരലൽ ആയതുകൊണ്ട് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ആയതുകൊണ്ട് d phi എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ. Then the electric flux through an elementary area ds is defined as the scalar product ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then d phi എന്ന് പറയുന്നത് എന്താ? EDS cos theta ആണ്. നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. പോയിന്റ്സുകൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. Then electric flux will be maximum when electric field is normal to the area. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് ഏരിയക്ക് നോർമൽ ആവുമ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം വരുന്നത്. അതിപ്പോ നമ്മൾ ഡയഗ്രത്തിൽ കണ്ടത്. Then electric flux will be minimum when field is parallel to the area. ഏരിയക്ക് പാരലൽ ആവുമ്പോൾ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ മിനിമം ആയിരിക്കും. That means 0. For a closed surface, outward flux is positive and inward flux is negative. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്ലോസ്ഡ് സർഫസിന്റെ കേസിൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും then ഇൻവേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ഫീൽഡ് ലൈൻസിന്റെ കേസിൽ പറഞ്ഞല്ലോ, പിന്നെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എമേർജ് ചെയ്യാണ്, അതായത് ഔട്ട്വേർഡ് ആണ്. then നെഗറ്റീവ് ചാർജിലേക്ക് എന്ത് ചെയ്യാണ്? കൺവേർജ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻവേർഡ് ആയിട്ട് വരികയാണ്. ഓക്കെ. then ഇലക്ട്രിക് പൊട്ടൻഷ്യൽ The electric potential at a point in the field is the amount of work done. Repeated ആയിട്ട് പറയാണ്. The electric potential at a point in a field is the amount of work done in bringing a unit positive charge from infinity. അതായത് യൂണിറ്റ് പോയിന്റ് ചാർജിന് ഇൻഫിനിറ്റിന്ന് ബ്രിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് അല്ലെങ്കിൽ എന്ത് പറയാം? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് യൂണിറ്റ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറയാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ ഇത്. then ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. then ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് d due to the point charge q in an air vac എന്ന് പറയുന്നത് 1/4πε0 q/d ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ഇ ഡോട്ട് ഈ ഈ ഒരു ഇതെന്ന് പറയുന്നത് അത് വെക്ടർ ആക്കിയിട്ട് എഴുതിയതാണ് കേട്ടോ. അതൊരു പ്രിന്റിംഗിൽ വരുന്ന ഒരു ഇതാണ്, E.D എന്നാണ്. ഓക്കെ. അല്ലെങ്കിൽ ഈ വെക്ടർ ഇ എന്ന് പറയുന്നത് എന്താക്കിയതാ? -dv/dx എന്ന് എഴുതാം, ഓർ v ഈക്വൽ ടു E into d എന്ന് എഴുതാം. ഓക്കെ. then next, a positive charge in field moves from high potential to lower potential. അതായത് പോസിറ്റീവ് ചാർജിന്റെ കാര്യമാണ് പറഞ്ഞത്. പോസിറ്റീവ് ചാർജ് ആവുമ്പോൾ ഫീൽഡിലെ ഹൈ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് മൂവ്മെന്റ് ഉണ്ടാവുക. വേറെ ആൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് മൂവ്സ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ. വർക്ക് ഡൺ ഇൻ മൂവിങ് ചാർജ് Q ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് WQV ജൂൾ ആണ്. ഓക്കെ. അത് ഓർത്ത് വെക്കുക. then gain in the ആ ഒരു പൊട്ടൻഷ്യലിൽ ഉണ്ടാവുന്ന ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² എന്ന് പറയുന്നത് Q into V ആയിരിക്കും. then gain in velocity എന്ന് പറയുന്നത് ഓർത്ത് വെക്കട്ടെ ഈ ഇക്വേഷൻസ്. gain in velocity എന്ന് പറയുന്നത് V equal to എന്താണ്? √2qv/m ആണ്. ഓക്കെ. ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ ഡെറിവേഷൻ ഒന്നും ഇവിടെ നമ്മൾ നോക്കുന്നില്ല. then equipotential surface on which all points are at the same potential is called equipotential surface. The electric field is perpendicular to the equipotential surface. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. Then next point, work done in moving a charge on equipotential surface. അതായത് equipotential സർഫസിൽ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. അതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
ഓർത്തിരിക്കുക. then ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ് ആൻഡ് ഈസ് റെപ്രസെന്റ്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് എനർജി ആണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? 1.602 into 10⁻⁹ ജൂൾ ആണ്. ഓക്കെ, ദെൻ കപ്പാസിറ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടു ടെർമിനൽ ഡിവൈസ് ആണ്. ദാറ്റ് ക്യാൻ സ്റ്റോർ എനർജി ഇൻ ദ ഫോം ആൻ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ ഫോമിൽ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ടു ടെർമിനൽ ഡിവൈസ് ആണ് എന്ത്? കപ്പാസിറ്റർ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു കണ്ടക്ടേഴ്സ് ദാറ്റ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ചേർന്നിട്ടുള്ളതാണ് എന്ത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സ്പേസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, ആ ഒരു കണ്ടക്ടേഴ്സ് തമ്മിലുള്ള സ്പേസ് ഒന്നെങ്കിൽ എന്തായിരിക്കും? വാക്വം ആയിരിക്കും, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് എന്താണ് ഫില്ല് ചെയ്യും. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ്, അതായത് ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ചാർജ് എനർജി ബൈ ഹോൾഡിംഗ് അപ്പർ പെയർസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജ്. അതായത് കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും ദെൻ നെക്സ്റ്റ് സൈഡിൽ നെഗറ്റീവ് ചാർജും, അങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർഡ് ആവുന്നത്. ദെൻ ഒരു കപ്പാസിറ്ററിന്റെ സിംപ്ലസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ആ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ എന്ന് പറയുന്നത് ടു മെറ്റൽ പ്ലേറ്റ് വിത്ത് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഒരു ഗ്യാപ്പിൽ രണ്ട് മെറ്റൽ പ്ലേറ്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു സിമ്പിൾ ഡിസൈൻ ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആണ്. ദെൻ അങ്ങനെയാണ് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ബേസിക് സ്ട്രക്ചർ ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ദെൻ അതിൽ ടു പാരലൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് ആണ് ഉണ്ടാവുക. ദെൻ വി കണക്ട് DC വോൾട്ടേജ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യാണ്? ആ രണ്ട് പ്ലേറ്റ്സിനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എൻഡിനായിട്ട് കണക്റ്റഡ് ആവും. ദെൻ അതർ പ്ലേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എൻഡിനായിട്ട് ആണ് കണക്റ്റഡ് ആവുക. വെൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ബാറ്ററി ഈസ് അപ്ലൈഡ്, അതായത് ബാറ്ററി അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പ്ലേറ്റ് 1 എന്ന് പറയുന്നത് പോസിറ്റീവും പ്ലേറ്റ് 2 എന്ന് പറയുന്നത് എന്താവും? നെഗറ്റീവും. അതായത് അവ തമ്മിൽ നമ്മൾ റിലേറ്റീവ് പറയുകയാണെങ്കിൽ പ്ലേറ്റ് 1 ബിക്കം പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പ്ലേറ്റ് 2 ആവും. സോ ദ കറന്റ് ട്രേസ് ഫ്ലോ ത്രൂ എ കപ്പാസിറ്റർ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഫ്രം ഇറ്റ്സ് പോസിറ്റീവ് പ്ലേറ്റ് ടു ഇറ്റ്സ് നെഗറ്റീവ്. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതായത് പ്ലേറ്റ് 1 എന്ന് പറയുന്നത് പ്ലേറ്റ് 2 നെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. എവിടുന്ന്? അത് കറന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. പക്ഷെ അതൊരു സെപ്പറേഷൻ ഉണ്ടായതുകൊണ്ട് എന്തുണ്ടാവില്ല? അവിടെ ഒരു ഫ്ലോ നടക്കൂല, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, സോ നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഉണ്ടാവും. ദ പോസിറ്റീവ് പ്ലേറ്റ് സോറി നമ്മൾ പറഞ്ഞു പോസിറ്റീവ് പ്ലേറ്റ് P1 പ്ലേറ്റ് 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജ് ഫുള്ള് പ്ലേറ്റ് 1 അക്യുമുലേറ്റ് ചെയ്യും. ദെൻ നെഗറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യും? പ്ലേറ്റ് 2 അക്യുമുലേറ്റ് ചെയ്യും. ആഫ്റ്റർ എ പോയിന്റ് ദ കപ്പാസിറ്റർ ഹോൾഡ്, അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കപ്പാസിറ്റർ ഒരു മാക്സിമം എമൗണ്ട് ഓഫ് ചാർജ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ ഒരു ടൈം സ്പാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ടൈം ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. വെൻ ബാറ്ററി ഈസ് റിമൂവ്ഡ് ഫ്രം ദ കപ്പാസിറ്റർ ദ ടു പ്ലേറ്റ് ഹോൾഡ് എ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് അറ്റ് എ സർട്ടൈൻ സൈഡ്. അപ്പോൾ ആ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു. പ്ലേറ്റ് 1 പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ആവും. ദെൻ പ്ലേറ്റ് 2 നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ആ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാർജുകൾ എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ ടൈമേ അവിടെ ഉണ്ടാവുള്ളൂ. ദെൻ എന്തുണ്ടാവും? ആ ചാർജുകളൊക്കെ ഡിസ്ചാർജ്ഡ് ആവും. ദെൻ ആ ഒരു ബാറ്ററി റിമൂവ് ചെയ്താൽ എന്തുണ്ടാവും? അവിടെ ഡിസ്ചാർജ് നടക്കും. അതെങ്ങനെയാണ്? കപ്പാസിറ്റർ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിക് എനർജി. അപ്പൊ ആ സ്റ്റോർ ചെയ്ത എനർജികൾ പിന്നെ എന്താണ്? ഡിസ്ചാർജ് ചെയ്യണം. അതായത് കപ്പാസിറ്റർ എന്തായിരിക്കും? ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിക് എനർജി ആയിട്ട് ആക്ട് ചെയ്യും.
അപ്പോൾ ഇതാണ് നമ്മളെ ഇനീഷ്യൽ കേസിൽ വരുന്നത്. അതായത് ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന കേസിൽ വരുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇവിടെ പോസിറ്റീവ് അക്യുമുലേറ്റ് ചെയ്തു, ദെൻ നെഗറ്റീവ് അക്യുമുലേറ്റ് ചെയ്തു, ദെൻ നമ്മൾ എന്ത് റിമൂവ് ചെയ്യണം, നമ്മൾ സെല്ല് റിമൂവ് ചെയ്തിട്ട് ദെൻ അവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, അവിടെ ഡിസ്ചാർജിങ് ആണ് നടക്കുന്നത്. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഡിസ്ചാർജിങ് നടക്കും. ഓക്കെ, ലോഡ് അതായത് ഇവിടെ ഒരു ലോഡ് വഴി കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ ഓരോ പ്ലേറ്റ്സിലും എന്തുണ്ടാവും, ചാർജ് ക്യൂ ഉണ്ടാവും. അത് നമ്മൾ Q1 Q2 എന്നുള്ള, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ് ഗിവ് ടു ദ കണ്ടക്ടിങ് പ്ലേറ്റ്സ്. ആ ഒരു സെപ്പറേഷനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിൽ ഉണ്ടാവുന്ന എന്താണ് ചാർജസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ക്യൂ അതായത് ചാർജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്. ദെൻ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ക്യൂ ഈക്വൽ ടു എന്തായും സി വി എന്ന് എഴുതും. ദെൻ സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ക്യൂ ബൈ വി ആണ്. ദാറ്റ് ഈസ് ആ ഒരു നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ചാർജ് ഓഫ് സിസ്റ്റം ടു ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലെ ചേഞ്ചിന് അക്കോർഡൻസ് ആയിട്ടുണ്ടാകുന്ന ഇലക്ട്രിക് ചാർജിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ദ കപ്പാസിറ്റൻസ് ഓഫ് എനി കപ്പാസിറ്റർ ക്യാൻ ബി എയ്തർ ഫിക്സ്ഡ് ഓർ വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ഇൻപുട്ട്. അതായത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താ, നമുക്കറിയാം വേരിയബിൾ കപ്പാസിറ്റേഴ്സും ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സും ഒക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് അതിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഫ്രം ഇക്വേഷൻ ഇറ്റ് മേ ബി സീൻ ദാറ്റ് സി ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്, ഇക്വേഷൻ എന്ത് മനസ്സിലാക്കാം, സി എന്ന് പറയുന്നത് ചാർജിനെയും വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് കപ്പാസിറ്റർ ആൻഡ് ആൾസോ ഓൺ ദ ഇൻസുലേറ്റർ യൂസ്ഡ് ബിറ്റ്വീൻ ദ കണ്ടക്ടിംഗ് പ്ലേറ്റ്സ്. അത് എന്തായാലും ചാർജിനെയും വോൾട്ടേജിനും മാത്രമല്ല കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ഷേപ്പിനെയും സൈസിനെയും, കപ്പാസിറ്ററിന്റെ ഷേപ്പിനെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോർ ഓവർ അത് ഇൻസുലേറ്റർ മെറ്റീരിയലിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. Then next, energy stored in a capacitor. Simple energy stored in a capacitor equation ആണ് half CV square എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ബാറ്ററി എന്ന് പറഞ്ഞാലും എന്താണ്, ചാർജ് സ്റ്റോർ ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടെക്നിക് ദാറ്റ് എംപ്ലോയ് ടു സ്റ്റോർ എനർജി. അതായത് എനർജി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കിൽ മാത്രമാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അൺലൈക്ക് ബാറ്ററീസ്, കപ്പാസിറ്റേഴ്സ് എബിലിറ്റി ടു സ്റ്റോർ എനർജി ഡസൻറ്റ് കം ഫ്രം chemical reaction but from physical design that allows it to hold negative and positive charge. ഇവിടെ ബാറ്ററിയിൽ എന്താ ഉണ്ടാവുന്നത്, കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അവിടെ എന്തുണ്ടാകുന്നത്, ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കപ്പാസിറ്ററിൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസൈനിൽ വെച്ചിട്ടാണ് എന്ത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും സ്റ്റോർ ചെയ്തിട്ട് അവിടെ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിലുള്ള സ്റ്റോർഡ് ചാർജ് എന്ന് പറയുന്നത് യു ഈക്വൽ ടു എന്താണ്, ഹാഫ് സി വി സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ് ആൻഡ് പൈക്കോ ഫാരഡ്. മില്ലി ഫാരഡ് പറയുമ്പോൾ 10⁻³ ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁶ ആണ് പവർ ഉണ്ടാവുക. ദെൻ നാനോ ആവുമ്പോൾ 10⁻⁹. ദെൻ പൈക്കോ ആവുമ്പോൾ 10⁻12. അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നല്ലോ.
ദെൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി ഈക്വൽ ടു epsilon 0 a by d. epsilon 0 a by d, epsilon 0 പെർമിറ്റിവിറ്റി ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്, ഡി എന്ന് പറയുന്നത് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. ദാറ്റ് മീൻസ് കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഏരിയ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സെപ്പറേഷൻ ആണെന്ന് പറയാം പാരലൽ പ്ലേറ്റിന്റെ കാര്യത്തിൽ. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് കോമ്പിനേഷൻ ആണ്. അതിന് മുന്നേ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ഡയലക്ട്രിക് ആണ്. അതായത് പാരലൽ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ദാറ്റ് മീൻസ് ഡയലക്ട്രിക്. ദെൻ പ്ലേറ്റിന്റെ സ്പേസിങ്, അതെന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു സ്പേസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്. ദെൻ ഏരിയ ഓഫ് പ്ലേറ്റ്സ്, ഏരിയ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഓഡിയോ എക്യുപ്മെന്റ് ആയിട്ട് ക്യാമറ, ഫ്ലാഷസിൽ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഓഡിയോ എക്യുപ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് കോയിലില്, ലേസേഴ്സിലൊക്കെ നമ്മൾ കപ്പാസിറ്റർ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ പറയാനുള്ളത് പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും ആണ്. പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ കപ്പാസിറ്റർ അറേഞ്ച് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ടോട്ടൽ, അതായത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? C1 plus C2 ആണ്. C1 plus C2 ആണ് പാരലൽ കോമ്പിനേഷനിൽ വരുന്നത്. ദെൻ അതാണ് ഇൻ കേസ് ഓഫ് മോർ ദാൻ 2 കപ്പാസിറ്റർ C1 plus C2 plus etc plus Cn ആണ്. ദെൻ സീരീസ് കോമ്പിനേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 1/C1 plus 1/C എന്ന് പറയുന്നത് 1/C1 plus 1/C2 plus 1/C3. അതോ ഓർത്ത് വെക്കുക, ഇത് എന്താണ് നമ്മൾ ഇക്വലർ റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത്ര ആലോചിച്ചാൽ മതി. റെസിസ്റ്റൻസ് സീരീസ് ആവുമ്പോഴാണ് ഡയറക്ട്ലി പ്ലസ് ചെയ്യുന്നത്. പക്ഷെ കപ്പാസിറ്റൻസിന്റെ കേസിൽ വരുമ്പോൾ പാരലൽ ആവുമ്പോൾ ഡയറക്ട്ലി എന്താ ചെയ്യാണ് പ്ലസ് ചെയ്യുക. പക്ഷെ റെസിസ്റ്റൻസിൽ എങ്ങനെയാണ്? പാരലൽ ആവുമ്പോൾ എന്താണ്? 1/C1 plus 1/C2 ആണ്. അത് കപ്പാസിറ്ററിന്റെ കേസിൽ വരുന്നത് എപ്പോഴാണ്? സീരീസിലാണ്. ഞാൻ പറഞ്ഞ ആകെ കൊളയാക്കുന്നില്ല, ഓർത്താൽ അല്ല, ജസ്റ്റ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. Then important points എന്ന് പറയുന്നത് if n identical capacitors of capacitance C are connected in series, അതായത് കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ഐഡന്റിക്കൽ ആണ്, അതായത് സെയിം കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C/N ആണ്. അതായത് സി കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് capacitors in series connection. Then if n identical capacitors of capacitance C are arranged in parallel connection, then effective capacitance എന്ന് പറയുന്നത് C into N ആയിരിക്കും. Then ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുവിധം പോർഷൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് MCQസും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പോർഷനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.